ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി. ജനറൽ സർവീസും ഫുൾ ചെക്കപ്പായിട്ടാണ് കയറിയാണ് വണ്ടി. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച്, അതേപോലെ തന്നെ ബാക്ക് വീല്, അതേപോലെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം, കേബിള് വർക്ക് ചെയ്യുന്നതിൻ്റെ കണ്ടീഷനൊക്കെ, അതേപോലെ ഫ്രണ്ട് ബുഡ് സെറ്റിങ് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ജനറൽ സർവീസിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് അതിൻ്റെ ഉള്ള കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസും കൂടി നോക്കിയിട്ട് ഉള്ള ഡാമേജ് കാര്യങ്ങളൊക്കെ നോക്കി അത് ഇൻഫോം ചെയ്യാം. അതേപോലെ തന്നെ നമുക്കത് ഏകദേശം കംപ്ലയിൻ്റ് ഉള്ള ജനറൽ സർവീസിൽ പെടാത്ത ബാക്കിയത്തെ വർക്കുകൾക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ആക്കിയിട്ട് ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്ക് ബ്രേക്ക് അത്ര കംഫർട്ടല്ല, ബ്രേക്ക് ഒരു സുഖമില്ലായ്മയുണ്ട്. അതേപോലെ നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് പൊക്കി നിർത്തിയതിന് ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഓയിൽ പുറത്തേക്ക് വന്നുണ്ട്. അപ്പോൾ 120 മില്ലി ഓയിലാണ് നമുക്ക് ഗിയർ ട്രാൻസ്മിഷൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് നമുക്കതിനകത്ത് ഓരോ ഡ്രോപ്പ് പുറത്ത് പോയാലും ഗിയർ വീലുകൾ കംപ്ലയിൻറ്റ് വരാനൊക്കെയുള്ള തേയ്മാനം കൂടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് അഴിച്ച് മാറ്റിയിടേണ്ടി വരും. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ് ഇവിടെ ശ്രദ്ധിച്ച് അറിയാം, ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അത് അഴിക്കുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ബെയറിങ്ങും അഴിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ആ ബെയറിങ്ങും അതിൻ്റെ ഓയിൽ സീല്, ഗ്യാസ്കറ്റൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പക്ക ക്ലിയറായിട്ട് പൊക്കോളും. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിടാം. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ബാക്കിലത്തെ ബ്രേക്ക് കേബിൾ കണ്ടോ, കേബിള് ഔട്ടർ വലിഞ്ഞിട്ട് ഇത്രയും ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഗ്യാപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമുക്ക് ലിവറുമ്പോൾ കാണിക്കും, പക്ഷേ വണ്ടി നിൽക്കാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം പൊടി കയറിയിട്ട് ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും 12,000 കിലോമീറ്റർ ഓടി, 10,000 തുടങ്ങി 12,000 കിലോമീറ്റർ വരെയൊക്കെയാണ് നമുക്ക് ശരിക്കും എയർ ഫിൽറ്ററിനൊരു ആയുസ് പറയാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞും വണ്ടി ഓടും, പക്ഷേ എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ വലുത്. കാരണം ഞാൻ മൈലേജ് ഷോർട്ടായിരിക്കും, എൻജിൻ ഹെഡിലേക്കൊക്കെ ഒരുപാട് കരി കയറാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പം നിലവിലിത് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലാണ് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ. പിന്നെ ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് പറയത്തക്ക വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ക്ലച്ചിനകത്തില്ല. അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഈ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം യൂസ് ചെയ്യുക, പരമാവധി ഓടിച്ചിട്ട് ഓരോ സർവീസിലും ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് കൂടുതൽ കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റിയിട്ടാലും മതി. പിന്നെ ഈ കിക്കർ കവറിൻ്റെ ഉള്ളിൽ ഈ സൈഡിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കിക്കർ വീല് ശരിക്കും ഡ്രൈ ആയിട്ട് എടുക്കണം, ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡിയൊക്കെ ആയാലും അതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെ ആയാലും നോർമൽ സാധാരണ തേമാനുള്ളൂ. ഈ ബാക്കിൽ വന്ന ഈ വെയിറ്റ് സെറ്റ് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനുണ്ട്. കാരണം ചെറിയൊരു ടൈറ്റ് പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ മറ്റേ ക്ലച്ച് പുള്ളിയുടെ ഭാഗം, അതായത് ഇതൊറ്റ യൂണിറ്റായിട്ടാണ് വരാം, ഇതേപോലെയാണ് വരാം. അപ്പോൾ അത് നമ്മൾ ഈ തുരുമ്പ് കണ്ടത് കൊണ്ട് തന്നെ നമ്മളത് അഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഈ പിന്നുകൾക്ക് തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പിന്നുകളും ആ റോളറും കൂടി കൈയോടെ മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീലൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ഞാൻ തുടക്കത്തിലേ നമുക്ക് ആ പിന്ന് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം ഓക്കെ ആയിരിക്കും, സേഫ് ആയിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാനാണ്. അത്യാവശ്യം നമുക്ക് അതിൻ്റെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ അതിൻ്റെ ഈ ഒരു സ്ലോ ജെറ്റ് അത്യാവശ്യം ബ്ലോക്ക് കാണുന്നുണ്ട്. അതായത് വളരെ ആ സെൻറ്ററിൽ കാണുന്ന ചെറിയൊരു ഹോളാണ്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഹോളാണ്. പക്ഷെ നമുക്കത് അടഞ്ഞാക്കണ ഒരു ഫീലാണ് കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം നമുക്കൊന്ന് ട്യൂണിങ് ഒക്കെ ചെയ്ത് നോക്കാം. കാരണം വെച്ചാൽ അത് ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടിട്ട് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതൊക്കെയാണ്, ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ ഈ കൂട്ടത്തിൽ ഇതേപോലെ ബോഡിയോട് അഴിച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ പക്കാ നീറ്റായിട്ടാണ് കഴിഞ്ഞുകൂടി പോകും. പിന്നെ എന്നാൽ അത് തുരുമ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെളി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനും പറ്റും. പിന്നെ നമുക്ക് വണ്ടി ഫ്രണ്ട് ഭാഗം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഫ്രണ്ട് ഇതൊക്കെ നല്ല അടി സൗണ്ട് കാണിക്കേണ്ടായിരുന്നു. കാരണം കഴിഞ്ഞാൽ അതിൻ്റെ ഈ കുഷ്യൻ അസംബ്ലിയുടെ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ റബ്ബർ ബുഷൊക്കെ ചതഞ്ഞ് പോയിട്ട് ഈ മെറ്റൽ മാത്രമാണ് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട് വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ മാത്രം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും കോപ്പറിൻ്റെ ബുഷ് വരാം, പിച്ചള ബുഷെന്ന് പറഞ്ഞാൽ.
അപ്പോൾ ആ മെറ്റൽ ബുഷ് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, അത് മാത്രം ഒന്ന് മാറ്റി ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിട്ട് പോകുള്ളൂ കേട്ടോ. പിന്നെ ബാറ്ററി കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ്, 2023 2023 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ETZ5 5 ആമ്പിയറിൻ്റെ ബാറ്ററി 12 വോൾട്ട് പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. പിന്നെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.53 വരെ കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നിലവിൽ ഓക്കെയാണ്, പുതിയ ബാറ്ററിയാണ്. പക്ഷെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതുകൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ഗ്രിപ്പൊക്കെ ഇച്ചിരി മോശമായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ ലിവറിൻ്റെ ബ്രാക്കറ്റൊക്കെ ചെറുതായിട്ട് ലൂസുണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ നമുക്ക് ഈ പ്ലഗും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. കാര്യം ഈ പ്ലഗ് വലിയ പഴക്കം തോന്നണില്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് എയർ ഫിൽറ്റർ കാർബറേറ്റർ കൊണ്ട് ക്ലീൻ ചെയ്യണമാണ്. അപ്പോൾ കൂട്ടത്തിൽ അത്യാവശ്യം കുറച്ചൊക്കെ എരിയുടേതായിട്ടുള്ള പ്രോബ്ലം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലഗും കൂടി മാറ്റിയിടാണെങ്കിൽ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് അതിന് ശേഷം കാർബറേറ്റർ ട്യൂണിങ് നടത്തി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് വണ്ടിക്ക് കിട്ടാവുന്ന ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും, ആവറേജ് മൈലേജും വരും. കാരണം ഇത് ഏകദേശം എന്തോരം ഓടിയിട്ടുണ്ടെന്നുള്ളത് അറിയാം. ഓടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽറ്ററും ഈ കാർബറേറ്ററിൻ്റെ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയ ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഷോർട്ടിങ് സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിൽ തന്നെ വെച്ചേക്കാം. നമുക്ക് അതിൽ ആവശ്യം വന്ന സമയത്ത് എന്തെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോഴത്തെ നമ്മളെ കൂട്ടത്തിൽ നമുക്ക് പ്ലഗ് കൂടി മാറ്റിയിട്ട് ട്യൂണിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് കിട്ടും നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റണമുണ്ട്. ഇതെൻ്റെ സെക്കൻഡറി ഫിൽറ്റർ തന്നെ യൂണിറ്റാണ് ഈ സൈഡിൽ. അത് ശരിക്കും അതൊന്നുമില്ല, അത് മൊത്തം പൊടിഞ്ഞു പോയിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതൊരു ഫോം ടൈപ്പാണത്. അതിൻ്റെ ലൊക്കേഷൻ വന്നത് എൻജിൻ റൂമിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടില്ല. അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് ക്ലിയർ ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ വാഷിങ്ങിൻ്റെ കേസ് പറഞ്ഞു, വാട്ടർ സർവീസ് ഈ കണ്ടീഷനിലാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ എവിടെയൊക്കെ ആയാലും ചെളി അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഭാഗമായാലും ഇവിടെയൊക്കെ ആയാലും ഇതിൻ്റെ ഉള്ളൊക്കെ ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് തുരുമ്പിൻ്റെ പ്രസൻസൊക്കെ വരാം. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ അഴിക്കണ കൂട്ടത്തിൽ കിടന്ന് വാഷ് ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പം നിലവിൽ ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് ഞാൻ റെഡിയാക്കാം. ഗിയർ ബോക്സ് അടക്കം ഉള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ കേസ്, ഫ്രണ്ട് ടയർ വളരെ മോശമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ച് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടണം കേട്ടോ. അത് തീരെ മോശമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അത് എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഈ ബാക്കിലത്തെ ടയറൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ബാക്കിൽ കിടക്കുന്ന ടയർ ഈ മോഡൽ ടയർ യൂസ് ചെയ്യാതിരിക്കണമല്ലോ കേട്ടോ. കാരണം ഇത് നമുക്ക് ഈ വണ്ടി ടയർ മാറ്റി ഇടുമ്പോൾ തുടങ്ങി നമുക്ക് ഫ്രണ്ട് വണ്ടി ഹാൻഡിലിൽ ഒരുപാട് ബലം അനുഭവപ്പെടും. കാരണം ഞാൻ ഈ ഡിസൈൻ അത്ര പെർഫെക്റ്റ് അല്ല, ഇത് TVSൻ്റെ ആയിരിക്കുള്ളൂ. TVSൻ്റെ ടയറാണത്. കാരണം ഞാൻ ഒരുപാട് കട്ടയുള്ളത് നമുക്ക് വണ്ടിമേ ഇടുന്നത് അത്ര കാഴ്ചയിൽ നമുക്ക് ഒരുപാട് കിട്ടും തോന്നും. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കമ്പനി വന്ന മോഡൽ, നമ്മൾ പുതിയ വണ്ടി മേടിക്കുമ്പോൾ വണ്ടി വന്ന ഏതാണോ ആ മോഡൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. അതിപ്പോൾ ബ്രാൻഡ് ഏതായാലും ഇപ്പം MRF അപ്പോളോ സീറ്റ് ഏത് വന്നാലും നമുക്ക് കുറേ കൂടി നല്ലത് ആ ഇത് ചൂസ് ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റിൽ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ പെടുത്തിയേക്കാം, ടയർ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റൊക്കെ പെടുത്തിയേക്കാം. അതിനുശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാതെ ഇവിടെ കേബിൾ പോയി കിടക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്തേക്കാം. ഓക്കെ.